ചാലക്കുടി നാദവൃന്ദയുടെ നേതൃത്വത്തിൽ KM മാറയുടെയും SNDP യോഗം ചാലക്കുടി യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 23-ന് ചാലക്കുടിയിൽ SNG ഹാളിൽ ചിങ്ങനിലാവിൽ ഒന്നിച്ചോണം 2026 എന്ന പേരിൽ വിപുലമായ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി രാവിലെ 9:30 മുതൽ അഖില കേരള തലത്തിൽ വയലാർ ദേവരാജൻ ഗാനാലാപന മത്സരം നടക്കും. സംഗീത പ്രേമികൾക്കും ഗായകർക്കും അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള മികച്ച വേദിയായിരിക്കും ഈ ഗാനാലാപന മത്സരം. ഒന്നാം സമ്മാനം 10,000 രൂപയും, രണ്ടാം സമ്മാനം 7,000 രൂപയും, മൂന്നാം സമ്മാനം 5,000 രൂപയും കൂടാതെ വിജയികൾക്ക് ആകർഷകമായ മൊമെന്റോകളും സമ്മാനിക്കും. വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ നിർവഹിക്കും. പ്രോഗ്രാം ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു, വാർഡ് കൗൺസിലർ മേഴ്സി ടീച്ചർ എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളും പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഗാനമേള, കഥക്, മറ്റ് വിവിധ കലാപരിപാടികൾ പരിപാടിയുടെ ഭാഗമായി നടക്കും. ലക്കി ഡ്രോയും ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് MN അഖിലേശൻ, ജനറൽ കൺവീനർ വിവേക് വാസുദേവൻ, P പത്മനാഭൻ, KK രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ 9846920014 അഥവാ 9544149222 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം നാദവൃന്ദ എന്ന കലാസംഘടനയുടെ നേതൃത്വത്തിൽ കണ്ണമ്പുഴ റെസിഡൻസ് അസോസിയേഷനും SNDP ചാലക്കുടി യൂണിയനും സംയുക്തമായിട്ട് ഒന്നിച്ചോണം എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ വർഷവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഈ വർഷം 23-ാം തീയതിയാണ്, ഈ ഞായറാഴ്ചയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വയലാർ ദേവരാജൻ മാഷയുടെ സംഗീത മത്സരം, അഖില കേരള മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. പാട്ട് മത്സരം ഏകദേശം പാല, കോട്ടയം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ മുതൽ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കും. വൈകിട്ട് നാദവൃന്ദയുടെ കലാകാരന്മാരും ചാലക്കുടിയിലെ മറ്റു കലാകാരന്മാരും ഒന്നിച്ചണിനിരക്കുന്ന ഒരു ഗാനസന്ധ്യയും, അതുപോലെ തന്നെ നൃത്തങ്ങൾ, കഥക്ക് തുടങ്ങിയുള്ള മിമിക്രി, അങ്ങനെ വിവിധ കലാപരിപാടികളും അന്ന് വൈകിട്ടുണ്ടായിരിക്കും. അതെല്ലാം 23-ാം തീയതി കണ്ട് ആസ്വദിക്കാനും രാവിലെ മുതലുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുവാനും എല്ലാ സജ്ജനങ്ങളെയും സ്നേഹവും ക്ഷണിക്കുകയാണ്. അത് ഉച്ചയ്ക്ക് ഫുഡുണ്ട്, വൈകുന്നേരം സദ്യയുണ്ട്, ഞായറാഴ്ച. അപ്പം എല്ലാ പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹവും ക്ഷണിക്കുന്നു. ഇതിന് ശേഷം അടുത്തൊരു ദിവസം ഒന്നിച്ചോണം എന്ന ആ ഒരു വാക്കാൻ അർത്ഥമാക്കിക്കൊണ്ട് തന്നെ ചാലക്കുടിയിലെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു സദ്യയും സാംസ്കാരിക സമ്മേളനവും ഇതിൻ്റെ പേര് സംഘടിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബർ 6 എന്നുള്ള കാണിക്ക് ചിന്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡേറ്റിൻ്റെ കാര്യത്തിലൊന്നും കൺഫേം ആവാത്തതുകൊണ്ടാണ് ഞാൻ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഒന്നിച്ചോണത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ തന്നെ നമുക്ക് സാംസ്കാരിക സമ്മേളനവും അതുപോലെ തന്നെ ഓണസദ്യയും എല്ലാ മേഖലയിലുള്ള എല്ലാവരെയും ക്ഷണിച്ച് നടത്താനും ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഒന്നിച്ചോണം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ നമുക്കറിയാം. എല്ലാ ഓണം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കുടുംബങ്ങളെയും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടാണ് ഈ ഒന്നിച്ചോണം പരിപാടി നമ്മൾ സംഘടിപ്പിച്ചുള്ളത്. ജാതി, മത, ഭേദ പിന്നെ എല്ലാവരും ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സനീഷ് കുമാർ ജോസഫ് MLA ആണ് ഇതിൻ്റെ സാംസ്കാരിക സമ്മേളനം അന്ന് 23-ാം തീയതി വൈകിട്ട് 6 ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലി ഷിബു മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. വാർഡ് കൗൺസിലർ മേഴ്സി ടീച്ചർ പങ്കെടുക്കും. അതുപോലെ തന്നെ മുരളി ചാലക്കുടിയുടെ ഒരു പ്രോഗ്രാം അതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റു പരിപാടികൾ നമ്മുടെ പരിപാടികളിലുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് നമ്മളെല്ലാവരും സഹോദരങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്.
എല്ലാവരും പങ്കെടുക്കണം. ഉച്ചയ്ക്ക് വരണം, വൈകിട്ട് വരണം. ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും.